കൊരട്ടി കോൺഗ്രസിലെ കലഹം തീർക്കാൻ വഴി കാണാതെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം 4 നേതാക്കളെ പുറത്താക്കിയതോടെ പ്രശ്നങ്ങൾ രൂക്ഷമായി. ബേപ്പൂരിൽ ആഴക്കടലിൽ തീപിടിച്ച കപ്പലിലെ രാസവസ്തുക്കൾ കടലിൽ പടരുന്നത് തടയാൻ ശ്രമം. രാസവസ്തുക്കൾ കടലിൽ കലർന്നാൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്ന് വിലയിരുത്തൽ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം. തൃശൂർ കുന്നംകുളം റൂട്ടിൽ പൂങ്കുന്നത്തും പുഴയ്ക്കലിലും പലയിടത്തായി യാത്രക്കാരുടെ വഴിമുടക്കി നിർമ്മാണ കമ്പനി. കുരുക്കിൽപ്പെട്ട് ദുരിതത്തിലായി ആംബുലൻസുകൾ. കുരുക്ക് രൂക്ഷമാക്കി ബസ്സുകൾ. കോടികളുടെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഫാംഫെഡ് ചെയർമാനെയും മാനേജിംഗ് ഡയറക്ടറെയും കസ്റ്റഡിയിൽ വാങ്ങാൻ ഗുരുവായൂർ പോലീസ്. പ്രതികൾ നിലവിൽ കസ്റ്റഡിയിലുള്ളത് തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ. കുത്താമ്പുള്ളിയിൽ നിന്നും മായന്നൂരിലെ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ യാത്ര ചെയ്യേണ്ടി വരുന്നത് തോണിയിൽ. 3 ബസ് മാറി കയറുന്നത് ഒഴിവാക്കാനാണ് അപകടയാത്ര. നമസ്കാരം. വാർത്തകൾ വിശദമായി. കൊരട്ടി കോൺഗ്രസിലെ കലഹം തീർക്കാൻ വഴി കാണാതെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം 4 നേതാക്കളെ പുറത്താക്കിയതോടെ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയാണ്. കൊരട്ടി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ മനേഷ് സെബാസ്റ്റ്യൻ, ബ്ലോക്ക് സെക്രട്ടറി ലിജോയ് ചാമക്കാല, മണ്ഡലം വൈസ് പ്രസിഡന്റ് സിബി തെക്കിനിയൻ, ജനറൽ സെക്രട്ടറി ഷാജു കള്ളിയത്തുപറമ്പിൽ എന്നിവരെയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് DCC പ്രസിഡന്റ് പുറത്താക്കിയത്. ഇതോടെ പ്രാദേശിക തലത്തിൽ ഭിന്നത രൂക്ഷമായി. DCC പ്രസിഡന്റ് ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് പുറത്താക്കിയവരെ അനുകൂലിക്കുന്ന വിഭാഗം പറയുന്നു. KPCCക്ക് പരാതി നൽകാനുള്ള തീരുമാനത്തിലാണിവർ. വിദേശത്തുള്ള മകന്റെ അടുത്തേക്ക് പോകുന്ന മണ്ഡലം പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യത്തിന് പകരം താൽക്കാലിക പ്രസിഡന്റിനെ നിയമിച്ചതോടെയാണ് കോൺഗ്രസിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത്. പകരം ചുമതല നൽകിയ ആൽബിൻ പൗലോസിനെ അംഗീകരിക്കാൻ ഒരു വിഭാഗം തയ്യാറായില്ല. I ഗ്രൂപ്പുകാരനായ ആൽബിനെ സനീഷ് കുമാർ ജോസഫ് MLA ഇടപെട്ട് A ഗ്രൂപ്പിലെത്തിച്ച് പ്രസിഡന്റാക്കിയെന്നാണ് ആക്ഷേപം. താൽക്കാലിക പ്രസിഡന്റ് ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങ് ബഹളത്തിൽ മുങ്ങി. ചടങ്ങ് അലങ്കോലമാക്കിയതിൽ 4 പ്രവർത്തകർ സസ്പെൻഷനിലുമായി. പിന്നീട് MLAയുടെയും KPCC സെക്രട്ടറി A പ്രസാദിന്റെയും സാന്നിധ്യത്തിൽ ചേർന്ന യോഗവും അലങ്കോലമായി. ഇരുവരെയും തടഞ്ഞുവയ്ക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പ്രമുഖ പ്രാദേശിക നേതാക്കൾക്കെതിരെ DCC പ്രസിഡന്റ് നടപടിയെടുത്തത്. എന്തായാലും കൊടകരയിൽ ഇനി KPCC തലത്തിലുള്ള ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ പ്രശ്നപരിഹാരത്തിന് വഴി തെളിയൂ. ബേപ്പൂരിൽ ആഴക്കടലിൽ തീപിടിച്ച കപ്പലിലെ രാസവസ്തുക്കൾ കടലിൽ പടരുന്നത് തടയാൻ ശ്രമം. തീ ഇപ്പോഴും പൂർണ്ണമായി അണയ്ക്കാനായിട്ടില്ല. കപ്പലിൽ നിന്ന് കാണാതായ 4 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ കപ്പലുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. രാസവസ്തുക്കൾ കടലിൽ കലർന്നാൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. രാസവസ്തുക്കൾ കലരുമെന്ന ആശങ്കയിലാണ് തീരം. കപ്പലിൽ 157 ഇനം അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്ന് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കിടെ കേരള തീരത്തുണ്ടാകുന്ന 2ാമത്തെ കപ്പൽ അപകടമാണിത്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം. യന്ത്രവൽകൃത ബോട്ടുകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിന് സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പരമ്പരാഗത യാനകൾക്ക് കടലിലിറങ്ങാം. പ്രജനനകാലത്ത് മത്സ്യസമ്പത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ട്രോളിംഗ് നിരോധനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വ്യാഴാഴ്ച മുതൽ കാലവർഷം വീണ്ടും സജീവമാകും. ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ കുന്നംകുളം റൂട്ടിൽ പൂങ്കുന്നത്തും പുഴയ്ക്കലിലും പലയിടത്ത് യാത്രക്കാരുടെ വഴിമുടക്കി നിർമ്മാണ കമ്പനി. കുരുക്കിൽപ്പെട്ട് ദുരിതത്തിലായി ആംബുലൻസുകൾ. കുരുക്ക് രൂക്ഷമാക്കി ബസ്സുകൾ. മുതുവറയിൽ രൂപപ്പെട്ട കുരുക്ക് അയ്യന്തോൾ പഞ്ചിക്കൽ വരെ നീളുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. വാഹനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസ് ഉണ്ടെങ്കിലും കുരുക്കൊഴിവാകുന്നില്ല. മുതുവറയിലും പുഴയ്ക്കലിലും റോഡിന്റെ ഒരു വശത്ത് മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. പോലീസ് ഇടപെട്ട് ഗതാഗതം നിയന്ത്രിക്കുമ്പോഴും ക്യൂ പാലിക്കാതെ വരുന്ന ബസ്സുകൾ ഗതാഗതം താറുമാറാക്കുകയാണ്. സ്വകാര്യ ബസ് ജീവനക്കാരെ നിയന്ത്രിക്കാനാവാതെ പോലീസും നിസ്സഹായരാണ്. ഈ കുരുക്കുകൾ മറികടന്നു വരുന്ന വാഹനങ്ങളെ തടഞ്ഞിട്ട് പൂങ്കുന്നത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തിരക്കേറിയ സമയത്താണ് മണ്ണുമാന്തി യന്ത്രവും ടാങ്കറും റോഡിലിട്ട് നിർമ്മാണ കമ്പനിയുടെ അറ്റകുറ്റപ്പണികൾ. ഇതോടെ പൂങ്കുന്നവും കുരുക്കിലായി. യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെ സഞ്ചാരികളെ മനഃപൂർവ്വം ദുരിതത്തിലാക്കുകയാണെന്ന് ഇതിനകം ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. TCV തൃശൂർ. കോടികളുടെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഫാംഫെഡ് ചെയർമാനെയും മാനേജിംഗ് ഡയറക്ടറെയും കസ്റ്റഡിയിൽ വാങ്ങാൻ ഗുരുവായൂർ പോലീസ് നടപടി തുടങ്ങി. പ്രതികൾ നിലവിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്.
ഗുരുവായൂർ ചാവക്കാട് മേഖലകളിലായി 1500ഓളം പേരാണ് തട്ടിപ്പിനിരയായത്. 50,000 മുതൽ 2.5 കോടി വരെ പലരും നിക്ഷേപിച്ചിട്ടുണ്ട്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നഷ്ടപരിഹാരം ലഭിച്ച വൻതുകകൾ പലരും ഫാം ഫണ്ടിനെ വിശ്വസിച്ച് നിക്ഷേപം നടത്തി. ഗുരുവായൂർ ബ്രാഞ്ചിൽ 14 ജീവനക്കാർ ഉണ്ടായിരുന്നു. ഒരു മാസം 10 ലക്ഷം ടാർജറ്റ് ഉണ്ടായിരുന്ന ഇവർ പലരിൽ നിന്നും കടം വാങ്ങിയും വീടുകളിലെ സ്വർണം വിറ്റുമാണ് ലക്ഷ്യം കണ്ടിരുന്നത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ ഇപ്പോഴും പരാതികൾ കിട്ടുന്നു. നിലവിൽ ഫാം ഫണ്ട് ചെയർമാൻ രാജേഷ് പിള്ള, MD അഗിൻ ഫ്രാൻസിസ് എന്നിവർ തിരുവനന്തപുരം മ്യൂസിയം പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഗുരുവായൂർ പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ നടപടി തുടങ്ങി. ഫാം ഫണ്ടിന്റെ ഗുരുവായൂർ ഓഫീസിൽ നിന്ന് കണ്ടെടുത്ത രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. കുത്താമ്പുള്ളിയിൽ നിന്നും മായന്നൂർ SMT സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ഇന്നും യാത്ര ചെയ്യേണ്ടി വരുന്നത് തോണിയിലാണ്. ബസ്സിൽ പോകേണ്ടി വന്നാൽ മൂന്ന് ബസ് മാറിക്കയറി വേണം സ്കൂളിലെത്താൻ. അതിനുവേണ്ടി വരുന്ന സമയവും പണവും ലാഭിക്കാനാണ് ഈ അപകടയാത്ര. കുത്താമ്പുള്ളിയിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം പുഴയ്ക്കപ്പുറമുള്ള സ്കൂളിലേക്ക് എത്താനാണ് വിദ്യാർത്ഥികൾ തോണിയിൽ യാത്ര ചെയ്യുന്നത്. വർഷങ്ങളായി കുട്ടികൾ ഇത്തരം അപകടയാത്ര നടത്തുന്നു. കടത്തുകാരനായ ഉണ്ണിക്കുട്ടൻ 5 രൂപ മാത്രമാണ് ഒരു കുട്ടിയിൽ നിന്നും ഈടാക്കുന്നത്. പല കുട്ടികളും പണം തന്നെ നൽകാറില്ല. എന്നും സ്വന്തം മക്കളെ പോലെ കണ്ട് ഒരു സേവനമെന്ന രീതിയിലാണ് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നതെന്നും ഉണ്ണിക്കുട്ടൻ പറയുന്നു. കൊണ്ടാഴി പഞ്ചായത്തിലെ കൊണ്ടാഴി വില്ലേജിനെയും തിരുവില്ലാമല പഞ്ചായത്തിലെ കണിയാർക്കോട് വില്ലേജിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് പാലം പണിയുന്നതിനായി 33 കോടി 14 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ പണി പൂർത്തിയായില്ല. വഞ്ചിയുടെ അടുത്തേക്കുള്ള വഴി കാടുപിടിച്ച് പന്നിക്കൂട്ടം ഏറെയുള്ളതിനാൽ പന്നികളുടെ ആക്രമണ ഭീഷണിയുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പാലത്തിലൂടെ നടന്നു പോവാനുള്ള സംവിധാനമെങ്കിലും ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, തിരുവില്ലാമല. വാഴാനി ഡാം ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി സ്ലൂയിസ് വാൽവുകൾ തുറന്നു. 12.5 സെന്റിമീറ്റർ ഉയരത്തിലാണ് വാൽവ് തുറന്നത്. വടക്കാഞ്ചേരി പുഴയിൽ വെള്ളം കുറവായതിനാൽ നിലവിൽ പുഴയുടെ തീരത്തുള്ളവർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. 51.42 മീറ്ററാണ് ഡാമിലെ ഇന്നത്തെ ജലനിരപ്പ്. 62.48 മീറ്ററാണ് പരമാവധി ജലനിരപ്പ്. കാലാവസ്ഥാ മുന്നറിയിപ്പിനെ തുടർന്ന് ഡാമിലെ ജലനിരപ്പ് സുരക്ഷിതമാക്കുന്നതിനാലാണ് വാൽവ് തുറന്നത്. AE PS സാൽവിൻ, ഓവർസിയർ PM വിവേക് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാൽവ് തുറന്നത്. ജലസേചന വകുപ്പ് മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ച് കളക്ടറുടെ ഇന്നലെ അനുമതി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് പുഴയിലെ ലെവൽ പരിശോധിച്ച് പരിമിതമായ അളവാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ചെറിയ അളവിൽ വെള്ളം വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് പുഴയിലൊരു വെള്ളം ഉയരുന്ന അവസ്ഥയോ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമോ നിലവിലില്ല. പിന്നെ മഴയുടെ അളവനുസരിച്ച് നമ്മളിത് ക്രമീകരിക്കുന്നതാണ്. അപ്പോൾ ഈ വെള്ളം നമ്മളൊരു കരുതലായിട്ടാണ് ലെവൽ താഴ്ത്താൻ വേണ്ടി മാത്രമാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് ഇത് നമ്മളുടെ ഒരു ആവശ്യമായിട്ടുള്ള ഒരു ജലനിരപ്പിലേക്ക് എത്തുമ്പോൾ നമ്മൾ സ്ലൂയിസ് ഷട്ടർ ക്ലോസ് ചെയ്യുന്നതാണ്. കൊടുങ്ങല്ലൂരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. ലോകമലേശ്വരം സ്വദേശിനി പാനാണ്ടി വലയിൽ ബിനേഷിന്റെ ഭാര്യ 32 വയസ്സുള്ള സുമിയാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ദേശീയപാത 66 നെടിയതളി ശിവക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടം. സുമി ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ പൂച്ച കുറുകെ ചാടിയതിനെ തുടർന്നായിരുന്നു അപകടം. തലയ്ക്ക് പരിക്കേറ്റ സുമി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. KSRTC ബസ്സുകളുടെ ചവിട്ടുപടികളുടെ ഉയരം കുറയ്ക്കാൻ നിർദ്ദേശം. യാത്രക്കാരുടെ സൗകര്യാർത്ഥം ബസ്സിൽ കയറി ഇറങ്ങുന്നതിനായിട്ടാണ് ചവിട്ടുപടികളുടെ ഉയരം കുറയ്ക്കുക. ചില KSRTC ബസ്സുകളിൽ കയറാൻ ആരോഗ്യമുള്ളവർക്ക് പോലും ബുദ്ധിമുട്ടാണെന്നും പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും ഇത് ഇരട്ടി ദുരിതമാണെന്നും പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് നടപടി. വെള്ളക്കെട്ട് മൂലം പാറയമ്പാടം കമ്പിപ്പാലത്തെ കലുങ്ക് നിർമ്മാണം പൂർത്തിയായില്ല. കൊങ്ങണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന മഴവെള്ളം ആശാരിത്തോട്ടിലേക്ക് ഒഴുക്കിവിടാനാണ് പാറയമ്പാടത്ത് കലുങ്ക് നിർമ്മിക്കുന്നത്. എന്നാൽ നിർമ്മാണം തുടങ്ങിയെങ്കിലും മഴ പെയ്തതോടെ പൂർത്തിയാക്കാനായില്ല. മഴ മാറിയെങ്കിലും പൈപ്പ് പൊട്ടിയ വെള്ളം ഒഴുകിയെത്തുന്നതാണ് ഇപ്പോഴത്തെ വെള്ളക്കെട്ടിന് കാരണം. പൈപ്പ് പൊട്ടി ആഴ്ചകൾ പിന്നിട്ടെങ്കിലും അറ്റകുറ്റപ്പണി നടത്തിയില്ല. ഇതോടെ വെള്ളം ഒഴുകി കലുങ്ക് നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്കാണ് എത്തുന്നത്. വെള്ളം പാഴാകുന്നതോടൊപ്പം തന്നെ നിർമ്മാണത്തിനും തടസ്സമാകുകയാണ്. അരിമ്പൂർ കൈപ്പിള്ളി റിംഗ് റോഡിൽ പൈപ്പ് പൊട്ടി ദിവസങ്ങളായി വൻതോതിൽ കുടിവെള്ളം പാഴാകുന്നു. വാട്ടർ അതോറിറ്റി അധികൃതരെ അറിയിച്ചുവെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രശ്നപരിഹാരത്തിന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് വാർഡംഗം ജില്ലി വിൻസെന്റ് ആരോപിച്ചു. മഴക്കാലത്ത് പോലും കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശത്ത് എത്രയും വേഗം പ്രശ്നപരിഹാരത്തിന് ജലസേചന വകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.
കടവല്ലൂർ പഞ്ചായത്തിൽ റോഡരികിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റിയ ശേഷം തടികൾ വഴിയരികിൽ ഉപേക്ഷിച്ചത് അപകട ഭീഷണിയാകുന്നു. രാത്രി സമയങ്ങളിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് ഭീഷണിയായി റോഡിലേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിലും കാൽനടപാതയിൽ ഉപേക്ഷിച്ച നിലയിലുമാണ് പലയിടത്തും മരത്തടികളുള്ളത്. മരങ്ങളുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഇഴജന്തുക്കൾ കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മാസങ്ങൾക്ക് മുൻപാണ് മരങ്ങൾ മുറിച്ചത്. എന്നാൽ അവ മാറ്റുന്ന കാര്യത്തിൽ അനാസ്ഥ തുടരുകയാണ്. പൊതുസ്ഥലത്ത് ഒട്ടേറെ മരങ്ങൾ ഇനിയും അപകട ഭീഷണിയായി നിൽക്കുന്നുണ്ട്. കാറ്റ് കനക്കുമ്പോൾ ഭീതിയോടെയാണ് വഴിയരികിൽ നിൽക്കുന്നതെന്ന് നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും പറയുന്നു. സംസ്ഥാന പാതയിൽ അക്കിക്കാവ് കുന്നംകുളം റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരച്ചില്ലകൾ വലിയ വാഹനങ്ങളുടെ മേൽ തട്ടുന്ന വിധത്തിൽ താഴ്ന്നു തുടങ്ങി. റോഡരികിലെ കടകൾക്കും ഭീഷണിയാണിവ. മുറിച്ച മരങ്ങൾ എടുത്തുമാറ്റിയും അപകട സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചുമാറ്റിയും ഭീഷണി ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV കുന്നംകുളം. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കോളങ്ങാട്ടുകര കമ്പിപ്പാലത്തിന്റെ മെയിൻ സ്ലാബ് കോൺക്രീറ്റിംഗ് ആരംഭിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA തുടക്കം കുറിച്ചു. 5,98,00,000 രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ച പുതിയ പാലത്തിന്റെ പ്രവൃത്തിയാണ് നടക്കുന്നത്. ഇരുഭാഗങ്ങളിലും ഫുട്പാത്ത് ഉൾപ്പെടെ 25 മീറ്റർ സ്പാനിൽ 11 മീറ്റർ വീതിയിലാണ് പാലം നിർമ്മിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ തങ്കമണി, ശങ്കുണ്ണി, KK ഉഷാദേവി, ലക്ഷ്മി വിശ്വംഭരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കോൺക്രീറ്റ് വേണ്ടിവരും എന്നാണ് എഞ്ചിനീയർമാർ പറഞ്ഞിട്ടുള്ളത്. കോൺക്രീറ്റ് നിർമ്മാണം രാത്രിയും തുടരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കൊട്ടേക്കാട് മുണ്ടൂർ റോഡും മണിത്തറ അവണൂർ റോഡൊക്കെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നേരത്തെ ജലജീവൻ മിഷൻ്റെ ഇട്ട പൈപ്പ് ലൈനുകൾ റീസ്റ്റോർ ചെയ്യുന്ന പ്രവൃത്തിയും ഇലക്ട്രിസിറ്റി പോസ്റ്റുകൾ മാറ്റിവെക്കുന്ന പ്രവൃത്തിയും ഒക്കെ തന്നെ തുടരുകയാണ്. പാവറട്ടിയിലെ പൊതുപ്രവർത്തകനും ജനകീയ നേതാവുമായ സണ്ണി വടക്കന്റെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. CPI മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ് അധ്യക്ഷനായിരുന്നു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ TV ഹരിദാസൻ, രാകേഷ് കണിയാമ്പറമ്പിൽ, സ്റ്റീഫൻ പുത്തൂർ, അസ്ഗർ അലി തങ്ങൾ, പ്രേമൻ നമ്പിയത്ത്, വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂരിൽ ടിപ്പറടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. പൂവത്തൂർ സരയുവിൽ സോമനാണ് പരിക്കേറ്റത്. തൈക്കാട് സെന്ററിലാണ് അപകടം. പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇലത്താള കലാകാരൻ ചേലക്കര സൂര്യന് വിട. 5 പതിറ്റാണ്ടിലേറെയായി പഞ്ചവാദ്യ കലാരംഗത്ത് നിറസാന്നിധ്യമായിരുന്നു സൂര്യനാരായണൻ. 2013 മുതൽ തൃശൂർ പൂരം തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിലെ ഇലത്താളം പ്രമാണിയായിരുന്നു സൂര്യനാരായണൻ. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠനകാലത്ത് തന്നെ ഇലത്താളം അഭ്യസിച്ചു തുടങ്ങി. അമ്മാവന്മാരായ ചേലക്കര കുട്ടപ്പൻ നായർ, ചേലക്കര ഉണ്ണികൃഷ്ണൻ നായർ എന്നിവരുടെ ശിക്ഷണത്തിലായിരുന്നു പഠനം. അന്നമനട പരമേശ്വരന്മാരാരുടെ സന്തത സഹചാരിയായിരുന്നു. വാദ്യകലയിലെ മികവിന് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. തിരുവല്ലോമല മേപ്പാടത്ത് പുത്തൻവീട്ടിൽ പ്രസന്നയാണ് ഭാര്യ. പ്രജിത, പ്രജീഷ് എന്നിവരാണ് മക്കൾ. TCV ന്യൂസ്, തിരുവല്ലോമല. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പാവറട്ടി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കർഷക തൊഴിലാളികൾക്ക് സമഗ്രമായ ദേശീയ നിയമം നടപ്പിലാക്കുക, ഭൂരഹിതർക്ക് ഭൂമി അനുവദിക്കുക, ജാതി സെൻസസ് നടപ്പിലാക്കുക, തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടി അവസാനിപ്പിക്കുക, തൊഴിൽ ദിനങ്ങളും വേതനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. CPI സംസ്ഥാന കമ്മിറ്റി അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം TC മോഹൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ VR മനോജ്, PS ജയൻ, ബെന്നി ആന്റണി, AK ഖമറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 33-ാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. സിനിമാ കാസ്റ്റിംഗ് ഡയറക്ടർ രാജേഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ ലീല കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം കൺവീനർ TK രമേശ് ബാബു, PM മനീഷ്, EO ജോൺസൺ, KK വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു.
ലഡ്ഡു ചോദിച്ചപ്പോൾ നൽകാതിരുന്നതിനെ തുടർന്ന് ചേലക്കര തോന്നൂർക്കരയിൽ കടയുടമയ്ക്ക് മർദ്ദനം. മദ്യലഹരിയിൽ വെറൈറ്റി ടച്ചിങ്സായി ലഡ്ഡു അന്വേഷിച്ചെത്തിയ 2 യുവാക്കളാണ് മർദ്ദിച്ചത്. തോന്നൂർക്കര വിഷ്ണുമായ സ്വീറ്റ്സ് എന്ന ബേക്കറിയിലെത്തിയ ഇവർ ലഡ്ഡു കടം ചോദിക്കുകയായിരുന്നു. കടം തരില്ലെന്ന് കടയുടമയായ മുരളി പറഞ്ഞതോടെ പ്രകോപിതരായ യുവാക്കൾ മുരളിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മുരളിക്ക് വയറിലും നെഞ്ചിലും പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ തോന്നൂർക്കര സ്വദേശികളായ വിനു, സന്തോഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വന്തം കരൾ പകുത്തു നൽകി മറ്റൊരാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന പഴയന്നൂർ കല്ലമ്പറമ്പ് പഴയിടത്ത് വീട്ടിൽ രമേശിനെ CPM കല്ലമ്പറമ്പ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. CPM പഴയന്നൂർ ലോക്കൽ സെക്രട്ടറി MG ശോഭന ഉദ്ഘാടനം ചെയ്തു. AB നൌഷാദ് അധ്യക്ഷനായി. ബ്രാഞ്ച് സെക്രട്ടറി P സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP ശ്രീജയൻ, പഞ്ചായത്ത് അംഗം KM അസീസ് എന്നിവർ സംസാരിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിലെ ഉളമ്പത്തുകുന്ന് മുതൽ കൊളത്തൂർ വരെയുള്ള 2 കിലോമീറ്റർ സർവീസ് റോഡ് ഇപ്പോഴും കടലാസിൽ തന്നെ അവശേഷിക്കുന്നു. സർവീസ് റോഡ് ഇല്ലാത്തതാണ് ഇവിടെ സ്ഥിരം അപകട മേഖലയായി മാറിയിരിക്കുന്നത്. ഉളുമ്പത്തുകുന്നിൽ സർവീസ് റോഡിനായി ഭൂമി ഏറ്റെടുത്തത് കാടുമൂടി കിടക്കുകയാണ്. സർവീസ് റോഡിനായി ഏറ്റെടുത്ത സ്ഥലത്ത് ഏതാനും വർഷം മുൻപ് തണൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തിരുന്നു. കൊളത്തൂർ പാടത്ത് സർവീസ് റോഡിന് പകരം റെയിൽ ഗാർഡുകളും മയിൽക്കുറ്റികളും കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും പരാതികൾ ഏറുമ്പോൾ ദേശീയപാത അധികൃതർ ഇടയ്ക്കിടെ സ്ഥലം സന്ദർശിക്കും. സർവീസ് റോഡിന്റെയും കാനകളുടെയും പണി ഉടനടി പൂർത്തീകരിക്കുമെന്ന് പറയുന്നതല്ലാതെ നടപടിയുണ്ടാകുന്നില്ല. ഉളുമ്പത്തുകുന്നിലും കൊളത്തൂരിലും യൂടേൺ സൗകര്യമില്ലാത്തതും പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഉളുമ്പത്തുകുന്നിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള കൊളത്തൂരിലേക്ക് ഓട്ടോ വിളിച്ചു പോകുന്നവർക്ക് 3 കിലോമീറ്ററോളം അപ്പുറത്തുള്ള നെല്ലായ് ജംഗ്ഷനിൽ എത്തി റോഡ് മുറിച്ചു കടന്ന് തിരികെ വരേണ്ട സ്ഥിതിയാണ്. കൊളത്തൂർ വെള്ളപ്പാലവും തൂപ്പങ്കാവ് പാലവും വീതി കൂട്ടി പുനർനിർമ്മിച്ചാലേ ഈ മേഖലയിൽ സർവീസ് റോഡ് നിർമ്മാണം നടത്താനാവൂ. തൂപ്പങ്കാവ് പാലം വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി ഏതാനും വർഷം മുൻപ് ഒരു ഭാഗത്ത് തൂണുകൾ നിർമ്മിച്ചെങ്കിലും തുടർപണികൾ നടന്നില്ല. ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടലുകൾ നടത്താൻ ജനപ്രതിനിധികളും ദേശീയപാത അതോറിറ്റിയും തയ്യാറാകണമെന്ന ആവശ്യമാണ് പ്രദേശവാസികളിൽ നിന്ന് ഉയരുന്നത്. TCV ന്യൂസ്, കൊടകര. മുണ്ടത്തിക്കോട് കുണ്ടുപറമ്പിൽ നവോദയ ക്ലബ്ബ് SSLC+2 വിജയികളായ മുഴുവൻ കുട്ടികളെ മൊമെന്റോ നൽകി ആദരിച്ചു. 50ഓളം കുട്ടികൾക്ക് പുസ്തക വിതരണവും നടത്തി. ക്ലബ്ബ് പ്രസിഡന്റ് കൃഷ്ണൻ ഞാനപ്പത്ത് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി പീറ്റർ നീലംകാവിൽ അധ്യക്ഷത വഹിച്ചു. ലോറൻസ് കിടങ്ങൻ, EG സജീഷ്, മെമ്പർമാരായ രവി, സേവി, ജോസഫ്, ബെന്നി അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ആനന്ദപുരം ശ്രീരാമക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുനഃപ്രതിഷ്ഠ നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അണിമംഗലം നാരായണൻ നമ്പൂതിരി, മേൽശാന്തി ചമ്രവട്ടം അരുൺ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇന്ന് വൈകിട്ട് ചതുരത്വ സ്നാനത്തിനുള്ള ബ്രഹ്മകലശാപൂജ, അധിവാസഹോമം, കലാശധിവാസം എന്നിവയുണ്ടാകും. സമാപന ദിവസമായ നാളെ രാവിലെ നട തുറന്ന് ദേവനെ കണി കാണിക്കും. തുടർന്ന് സൃഷ്ടിതത്വ ഹോമം, തത്വകലശാപൂജ, കലാശാഭിഷേക പൂജകൾ, വലിയ മരപ്പാണി, തത്വകലശാഭിഷേക പൂജ, പരികലശാഭിഷേകം, കുംഭവേശ കലാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം, അപ്സ്തുത പ്രോഷണം, ശ്രീഭൂതബലി എന്നിവ നടക്കും. ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട്, വൈകിട്ട് കൊടകര ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളവും ഉണ്ടാകും. നിർധന കുടുംബത്തിന് ഹരിതപ്രവാസി കൂട്ടായ്മയുടെയും ലൈഫ് ഭവന പദ്ധതിയുടെയും കീഴിൽ പണി കഴിപ്പിച്ച വീടിന്റെ താക്കോൽദാനം നടത്തി. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി താക്കോൽദാനം നിർവഹിച്ചു. ഹരിത പ്രവാസി ചെയർമാൻ TK ഉബൈദു അധ്യക്ഷത വഹിച്ചു. കൺവീനർ AM അബ്ദുള്ളക്കുട്ടി, KK സഖറിയ, മഹൽ സെക്രട്ടറി KK ഹംസ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, ഹരിത പ്രവാസി അംഗങ്ങളായ അബ്ദുൾ ഫാഹിദ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത്
PNAY പ്രധാന വീടുകൾ കൊടുക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഈ പൈസ കിട്ടാനായിട്ട് വൈകിയതിൻ്റെ കാരണം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രാതിനിധ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടുത്തെ കൂട്ടായ്മ നമ്മുടെ കരുത പ്രവാസി മതനിരപേക്ഷതയും ജനാധിപത്യവും മാർക്ക് വാങ്ങാനുള്ള വിഷയമായി മാറിയെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ പെൻഷനേഴ്സ് ഫെഡറേഷൻ 10ാമത് സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുടുംബങ്ങളിൽ പോലും ജനാധിപത്യം ഇല്ലാതെയായി. ഇതിന്റെ പ്രശ്നങ്ങളും സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. നിഷ്കളങ്കവും നിർമ്മലവുമായ സ്നേഹമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. അതില്ലാത്തിടത്ത് നേടിയെടുക്കാനുള്ള ശ്രമമാണ് മയക്കുമരുന്നിലേക്ക് ചെന്നെത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഘടനാ പ്രസിഡന്റ് VN പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം നേടിയ കൊല്ലം തുളസിയെ ചടങ്ങിൽ ആദരിച്ചു. സംഘടനാ ജനറൽ സെക്രട്ടറി K വിജയരാഘവൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി T ബാലൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ KK ശിവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ പെൻഷൻകാർക്ക് പെൻഷനും പെൻഷൻ ആനുകൂല്യങ്ങളും കൃത്യസമയത്ത് ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് സമ്മേളനം ചർച്ചയിലൂടെ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി. ഭക്ഷണം തോന്നാം, വസ്ത്രം തോന്നാം, ഇടാൻ തോന്നാം, അതൊക്കെ ശരിയാണ്. അതിനേക്കാൾ ആവശ്യമുള്ള ഒന്നുണ്ട്, നിഷ്കളങ്കവും നിർമ്മലവുമായ സ്നേഹം. NCPS സ്ഥാപക ദിനം ജില്ലയിലെ മുഴുവൻ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ആഘോഷിച്ചു. തൃശൂർ പടിഞ്ഞാറേക്കോട്ട ജംഗ്ഷനിൽ നടന്ന ജില്ലാതല പരിപാടിയുടെ ഉദ്ഘാടനം NCPS ജില്ലാ പ്രസിഡന്റ് CL ജോയ് നിർവഹിച്ചു. മോഹൻദാസ് എടക്കാടൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം വിശാല ലക്ഷ്മി മല്ലിശ്ശേരി, ജില്ലാ സെക്രട്ടറിമാരായ TG സുന്ദർലാൽ, PSP നസീർ, നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് CR സജിത് തുടങ്ങിയവർ സംസാരിച്ചു. കോലിക്കരയിൽ ഓട്ടോറിക്ഷ ഇടിച്ച് വഴിയാത്രക്കാരനും ഓട്ടോ മറിഞ്ഞ ഡ്രൈവർക്കും യാത്രക്കാരിക്കും പരിക്കേറ്റു. ഓട്ടോ യാത്രക്കാരായ കൊട്ടിക്കര മടയിൽ രാധാകൃഷ്ണൻ, ഭാര്യ പ്രിയ, കാൽനട യാത്രക്കാരനായ കോലിക്കര സ്വദേശി മാമ്പയിൽ മുഹമ്മദ് ഉണ്ണി എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,945 രൂപ, പവന് 71,560 രൂപ, വെള്ളി ഗ്രാമിന് 118 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,888 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊരട്ടി കോൺഗ്രസിലെ കലഹം തീർക്കാൻ വഴി കാണാതെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം. 4 നേതാക്കളെ പുറത്താക്കിയതോടെ പ്രശ്നങ്ങൾ രൂക്ഷമായി. ബേപ്പൂരിൽ ആഴക്കടലിൽ തീപിടിച്ച കപ്പലിലെ രാസവസ്തുക്കൾ കടലിൽ പടരുന്നത് തടയാൻ ശ്രമം. രാസവസ്തുക്കൾ കടലിൽ കലർന്നാൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്ന് വിലയിരുത്തൽ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം. തൃശൂർ കുന്നംകുളം റൂട്ടിൽ പൂങ്കുന്നത്തും പുഴയ്ക്കലിലും പലയിടത്ത് യാത്രക്കാരുടെ വഴിമുടക്കി നിർമ്മാണ കമ്പനി. കുരുക്കിൽപ്പെട്ട് ദുരിതത്തിലായി ആംബുലൻസുകൾ. കുരുക്ക് രൂക്ഷമാക്കി ബസ്സുകൾ. കോടികളുടെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഫാംഫെഡ് ചെയർമാനെയും മാനേജിംഗ് ഡയറക്ടറെയും കസ്റ്റഡിയിൽ വാങ്ങാൻ ഗുരുവായൂർ പോലീസ്. പ്രതികൾ നിലവിൽ കസ്റ്റഡിയിലുള്ളത് തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ. കുത്താമ്പുള്ളിയിൽ നിന്നും മായന്നൂരിലെ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ യാത്ര ചെയ്യേണ്ടി വരുന്നത് തോണിയിൽ. 3 ബസ് മാറി കയറുന്നത് ഒഴിവാക്കാനാണ് അപകടയാത്ര. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.